ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വിഷയത്തിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ് ഉപയോഗിച്ച് 10 mm കട്ടിയുള്ള ഒരു MS പ്ലേറ്റിന്റെ ഓപ്പൺ കോർണർ ജോയിന്റിനെ കുറിച്ചാണ്. ഈ ടോപ്പിക്കിന്റെ അവസാനം നിങ്ങൾ ഇനി പറയുന്നത് ചെയ്യാൻ പ്രാപ്തരാകും. 150 mm നീളവും 50 mm വീതിയും 10 mm കനവുമുള്ള MS പ്ലേറ്റുകൾ തയ്യാറാക്കുക. കോർണർ ജോയിന്റ് ഫ്ലാറ്റ് പൊസിഷനിൽ സജ്ജീകരിച്ച് പ്ലേറ്റുകൾ ടാക്ക് വെൽഡ് ചെയ്യുക. യൂണിഫോം ട്രാവൽ സ്പീഡിൽ വെൽഡ് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. സർഫസ് ഡിവൈസുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. വെൽഡിംഗ് സെക്ഷൻ ആവശ്യമായ ഉപകരണങ്ങൾ നോക്കാം. സ്റ്റീൽ റൂൾ, ബോൾ പീൻ ഹാമർ, ഹാഫ് റൗണ്ട് ഫയൽ, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ, കീയും സ്പാനറും, ഹെൽമറ്റ് ടൈപ്പ് സ്ക്രീൻ, ആംഗിൾ ഗ്രൈൻഡർ, ഫ്ലോ മീറ്റർ ഉള്ള ഗ്യാസ് റെഗുലേറ്റർ, CO2 ഗ്യാസ് ഹീറ്റർ, വെൽഡിംഗ് പവർ സോഴ്സ്, കോൺസ്റ്റന്റ് സ്പീഡും വോൾട്ടേജും ഉറപ്പാക്കാൻ വയർ ഫീഡറുകൾ, ഇലക്ട്രോഡ് വയറിന്റെ സപ്ലൈ, വെൽഡിംഗ് ഗൺ, ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ. GMAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 10 mm കട്ടിയുള്ള MS പ്ലേറ്റിൽ ഓപ്പൺ കോർണർ ജോയിന്റിന് വേണ്ട പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. സംരക്ഷിത വസ്ത്രങ്ങൾ ധരിക്കുക. ഡ്രോയിങ് അനുസരിച്ച് 150 mm നീളവും 50 mm വീതിയും 10 mm കനവുമുള്ള MS പ്ലേറ്റ് മുറിക്കുക. MS പ്ലേറ്റ് വൃത്തിയാക്കാനും ഡീബർ ചെയ്യാനും ഫയലിംഗ് ഉപയോഗിക്കാം. ഗ്രൈൻഡ് അല്ലെങ്കിൽ ഫയൽ ചെയ്ത് പ്ലേറ്റിന്റെ അരികൾ സ്ക്വയർ ചെയ്യുക. ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു കോർണർ ജോയിന്റ് രൂപത്തിൽ പ്ലേറ്റുകൾ സെറ്റ് ചെയ്യുക. പ്രോപ്പർ പ്ലേസിൽ ടോർച്ച് വെക്കുക. 90 മുതൽ 100 ആംപിയറിൽ കറണ്ട് സെറ്റ് ചെയ്യുക. അനുയോജ്യമായ വയർ ഫീഡിംഗ് റേറ്റ് 3 മുതൽ 4 മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും. ആർക്ക് വോൾട്ടേജ് സെറ്റ് ചെയ്യുക. ഡിപ്പ് ട്രാൻസ്ഫർ മോഡ് സെലക്ട് ചെയ്യുക. 1.2 mm ഡയ കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഫില്ലർ CCMS വയർ ഉപയോഗിക്കുക. കോർണർ ജോയിന്റിന് വെൽഡിംഗ് പ്ലേറ്റുകൾ ടാക്ക് വെൽഡ് ചെയ്യുമ്പോൾ ആംഗിൾ 90 ഡിഗ്രിയായി നിലനിർത്തണം. കോർണർ ജോയിന്റിന്റെ രണ്ടറ്റങ്ങളിലും ടാക്ക് വെൽഡ് ചെയ്യുക. ഇരുവശത്തും 10 mm ടാക്ക് സൈസ് നിലനിർത്തുക. ഇപ്പോൾ നമുക്ക് GMAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 10 mm കനമുള്ള ഒരു MS പ്ലേറ്റിൽ ഓപ്പൺ കോർണർ ജോയിന്റിനുള്ള വെൽഡിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം. വെൽഡിംഗ് ടേബിളിൽ ടാക്ക് വെൽഡഡ് ജോബ് ഫ്ലാറ്റായി നിലനിർത്തുക. യൂണിഫോം ട്രാവൽ സ്പീഡിൽ വെൽഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. മികച്ച പെനട്രേഷൻ കിട്ടാൻ ഒരു കീഹോൾ നിലനിർത്തിക്കൊണ്ട് റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. വയർ ബ്രഷ് ഉപയോഗിച്ച് റൂട്ട് റൺ വൃത്തിയാക്കുക. സെക്കൻഡ് റൺ ഒരു സ്ട്രിങ്ങർ ബീഡ് ഉപയോഗിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുക. അനുയോജ്യമായ ടോർച്ച് ആംഗിളും ആർക്ക് ട്രാവലുമുള്ള പ്ലേറ്റുകളുടെ നല്ല പെനട്രേഷനും ഫ്യൂഷനും ഉറപ്പാക്കുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. സ്ട്രിങ്ങർ ബീഡ് വെൽഡിംഗ് ടെക്നിക് ഉപയോഗിക്കുക. അനുയോജ്യമായ ടോർച്ച് ആംഗിളും ആർക്ക് ട്രാവലുമുള്ള പ്ലേറ്റുകളുടെ നല്ല പെനട്രേഷനും ഫ്യൂഷനും ഉറപ്പാക്കുക.
സ്ട്രിങ്ങർ ബീഡ് ഉപയോഗിച്ച് മൂന്നാമത്തെ റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. എന്തെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ ബീഡ് പരിശോധിക്കുക. GMAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 10 mm കട്ടിയുള്ള ഒരു MS പ്ലേറ്റിൽ ഓപ്പൺ കോർണർ ജോയിന്റ് ചെയ്യുന്നതിന് ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പിന്തുടരേണ്ടതുണ്ട്. സംരക്ഷിത വസ്ത്രങ്ങൾ ധരിക്കുക. ടോർച്ച് നോസിൽ വെൽഡ് സ്പാറ്ററുകളാൽ അടഞ്ഞിരിക്കുകയാണെങ്കിൽ ആന്റി സ്പാറ്റർ സ്പ്രേ ഉപയോഗിക്കുക. ഇത് ചെയ്തില്ലെങ്കിൽ വയർ ഫീഡ് ക്രമരഹിതമാകാം. ഒരു അൺഎക്സ്റ്റാബ്ലിഷ്ഡ് ആർക്ക് ഉണ്ടാക്കുന്നതിനും ഇടയാകും. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഒരുപോലെ അല്ലെങ്കിൽ വെൽഡിന്റെ പൊറോസിറ്റിക്കും അന്തരീക്ഷ മലിനീകരണത്തിനും കാരണമാകും. പര്യാപ്തമായ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടോ എന്നും യൂണിഫോർമിറ്റി ഉണ്ടോ എന്നും അറിയാൻ വെൽഡ് പരിശോധിക്കുക. വെൽഡ് ഏരിയ ക്ലീൻ ചെയ്യുക. വെൽഡിൻ ഡിഫക്ട്സുകൾ പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് ജോയിന്റുകൾ പരിശോധിക്കാം. ഓവർലാപ്പ്, അണ്ടർകട്ട്, lack of root penetration, സ്പാട്ടറുകൾ, ബ്ലോ ഹോളുകൾ, excess reinforcement, slag inclusion. ഈ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾ എന്താണ് പഠിച്ചതെന്ന് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. 150 mm നീളവും 50 mm വീതിയും 10 mm കനവുമുള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റുകൾ തയ്യാറാക്കുക. ഫ്ലാറ്റ് പൊസിഷനിൽ കോർണർ ജോയിന്റ് സെറ്റ് ചെയ്യുക. പ്ലേറ്റുകൾ ടാക്ക് വെൽഡ് ചെയ്യുക. യൂണിഫോം ട്രാവൽ സ്പീഡിൽ വെൽഡ് ബീഡ് ഡിപ്പോസിറ്റ് ചെയ്യുക. വെൽഡിലെ സർഫേസ് ഡിഫക്റ്റുകൾ പരിശോധിക്കുക. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. ബൈ.